IELTS ഇല്ലാതെ ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. NBL ഇന്റർനാഷണൽ വഴി UK, ഓസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ ഉപരിപഠനം നിങ്ങൾക്ക് പൂർത്തിയാക്കാം. ഈ മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യവും 2000-ൽ പരം വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിനായി അയച്ചിട്ടുള്ള NBL ഇന്റർനാഷണലിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. രണ്ടു ദിവസം മുന്നേ വരണ്ടാണല്ലോ. അത് ഷിപ്പിംഗ് ഡിലേ ആയതായിരിക്കും മാഡം. അത് ഞാൻ ട്രാക്ക് ചെയ്താ. അങ്ങനെയാണെങ്കിൽ ഓഫീസിലെത്താൻ ലേറ്റ് ആയതായിരിക്കും. എന്നാൽ ഞാൻ പോട്ടെ. താങ്ക് യു മാഡം. കപ്പൽ മുങ്ങി മാഡം. സാറ് പേപ്പറൊന്നും വായിക്കണില്ലേ? ഉക്രൈനിൽ യുദ്ധമാണ്, എല്ലാം ഡിലേ ആണ്. നീ പോകാൻ റെഡിയാന്നേ ഉള്ളോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇന്ന് തന്നെ 4 വീട്ടിലാണ് നീ അടിച്ചു മാറ്റിയ സാധനം ഞാൻ തിരിച്ചു കൊണ്ട് കൊടുത്തത്. അവരുടെ വായ നിനക്ക് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. എനിക്ക് പറയാൻ പറ്റുമോ എൻ്റെ കൂട്ടുകാരൻ ഡെലിവറി ആയിട്ട് മുഴുവൻ അടിച്ചു മാറ്റണമെന്ന്? എന്താടാ, മനഃപൂർവ്വമൊന്നുമല്ലല്ലോ, എൻ്റെ അവസ്ഥയായി പോയില്ലേ? അതേടാ, ഞാൻ ഇനി ഓർഡർ ചെയ്യുന്നവരോട് മുഴുവൻ പറയാം എൻ്റെ കൂട്ടുകാരന് ക്രിപ്റ്റോ കറൻസി ആണ്. ക്രിപ്റ്റോ കറൻസി? എടാ ക്ലെപ്റ്റോമാനിയാക്, എത്ര തവണ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു? ക്ലെപ്റ്റോമാനിയൊക്കെ ആണെങ്കിലും ക്ലിയോപാട്ര ആണെങ്കിലും കള്ളം തന്നെയാണ്. എടാ പുല്ല്, നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ ആ റൂം പൂട്ടിയിട്ട് പോണത്. നിന്റെ വീടായി പോയി, അല്ലെങ്കിൽ നിന്നെ ഇറക്കി വിട്ടണ്ടാ പട്ടി. അല്ലല്ലേ അയ്യാ, ഇന്നെവിടാണ് നിന്റെ ഡെലിവറി ഏരിയ? ഡെലിവറി എന്തായാലും പച്ചാളം ഭാഗത്തല്ല. കഞ്ഞി കുടിക്കാന്ന് വെച്ച് വന്നോ? പോണേണോ? ആ പോണേണ്. ആര് ഓർഡർ ചെയ്താണോ? ആരോർഡർ ചെയ്താലെന്ത്? ഹായ്. തരാൻ വന്നേ. ഞാൻ അങ്ങോട്ട് വരാം. ഇതെന്താ സാധനം? എനിക്കറിയാൻ പാടില്ല, തുറന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കവർ ചെയ്യണ്ടേ? കുഴപ്പമില്ല, ജെൻസിന്റെ ലൈറ്റ് ആണെങ്കിൽ അച്ഛനും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം. അതെ, ഒരു ഉമ്മ വരും. അച്ഛൻ ഇതിന് പോവാൻ നോക്കൂ. അല്ല, അപ്പം എൻ്റെ ഉമ്മ. അതൊക്കെ വാട്സപ്പിൽ തരാം. നീ പച്ചാളം ഭാഗത്തേക്കില്ലെന്ന് പറഞ്ഞിട്ട് എടാ, വീട്ടിൽ ഇരുന്ന് വെറുതെ ബോറടിച്ചപ്പോ നീ എന്ത് സാധനമാണ് അവൾക്ക് അടിച്ചു മാറ്റി കൊണ്ടുകൊടുത്തത്? ഒരു ആത്മാർത്ഥ കൂട്ടുവാനെ നീ ഇങ്ങനെ സംശയിക്കരുത്. സംശയിക്കും. എനിക്ക് നിന്നെ തീരെ വിശ്വാസമല്ലട തെണ്ടി. എടാ സത്യം. നീ വീട്ടിലോട്ട് വാട്ടാ, സത്യം ഞാൻ തെളിയിച്ചു തരാം. നീ എന്താണ് ഇങ്ങനെ നോക്കണേ? സത്യം പറ, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും നീ എനിക്ക് ബീർ മേടിച്ചു തന്നെ എന്തുകൊണ്ടോ? അതൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. എന്നാൽ അങ്ങനല്ല. അങ്ങനെയല്ലേ? അല്ല, സ്നേഹം കൊണ്ട്. നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നീ എനിക്ക് ബീർ മേടിച്ചു തന്നത്. എന്നാ അങ്ങനെ ആവട്ടെ. പക്ഷെ ഞാൻ ഈ സ്നേഹത്തിന് അർഹനാണോ? അതെന്തപ്പോൾ നിനക്ക് അങ്ങനെ ഒരു തോന്നല്? എടാ, ഞാൻ നിന്നോടൊരു കള്ളം പറഞ്ഞു. ഓ, ബീറേറ്റു.
എന്നിട്ട് പറ ബാക്കി പറ. എടാ ഇത് നിൻ്റെ ഇത് മിസ്സായ സാധനം എടുത്താണ് ഞാൻ അടിച്ചു മാറ്റി മധുവിന് കൊണ്ട് കൊടുത്തതെന്ന്. സ്വാഭാവികം. എന്താ ഐറ്റം എന്ന് പറഞ്ഞാൽ മതി. എടാ ഇന്ന് ഉച്ചയ്ക്ക് നീ ആ ഇറങ്ങി പോയപ്പോൾ സിറ്റോട്ട് കിടന്ന ഒരു ചെറിയൊരു പെട്ടിയില്ലേ, ആ പെട്ടി അടിച്ചു മാറ്റി മധുവിനോട് കാര്യം ഞാൻ പറയുന്നത്. അതെന്താ ഐറ്റം? എടാ നീ എന്ത് തേങ്ങി പറയണേ? ആ മോനെ, എൻ്റെ ഒരു സാധനം മിസ്സായിട്ടുമില്ല, ഞാൻ പോകുമ്പോൾ അവിടെ ഒരു സാധനം കിടന്നിരുന്നില്ല. നീ നമ്പർ ഇടൽ നിർത്തിയിട്ട് ഇവിടുത്തെ പെട്ടിയിൽ നിന്ന് അടിച്ചു മാറ്റിയ സാധനം എന്താണെന്ന് വെച്ചാൽ പറ. എടാ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കള്ളം പറയാതെ ഒന്നുമില്ല, നിന്റെ തൊഴിലിനോട് ഇച്ചിരി ആത്മാർത്ഥത ഇങ്ങനെ കാണിക്കേ. എടാ എൻ്റെ ഒന്നും മിസ്സായിട്ടില്ല. എടാ നീ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ ഒന്നുമില്ല, എന്നെ നേർവഴിക്ക് നടത്തേണ്ടത് നീയല്ലേ. എന്നെ ഒന്ന് കുറ്റപ്പെടുത്തതാ യോഗേഷ്. എൻ്റെ ദൈവമേ, ഞാൻ ഇവനടിക്കുന്ന ഓരോ സാധനല്ലേ, ഇവന് മാത്രം എന്ത് പറ്റി? നിനക്ക് ആ സാധനം തിരിച്ചു വേണോ? തിരിച്ചു വേണോ പറ, നിനക്ക് ആ സാധനം വേണോ? എടാ എൻ്റെ ഒന്നും മിസ്സായിട്ടില്ല. നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലാതെ. ഹലോ. ഹലോ, യോഗേഷ് അല്ലേ? അതെ, യോഗേഷാണ്. ആരാ? ഞാൻ ലൈലയാണ്, അപ്പുറത്തെ വീട്ടിലെ. ആ ലൈല, പറയൂ. ഞാൻ ബാംഗ്ലൂരിൽ എത്തിയിട്ട് കുറച്ച് ദിവസമായി, ഇതുവരെ അങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. ഓ ഓ ഓ ഓ അല്ല, എന്താ കാര്യം? അത് നേരിട്ട് പറയാനുള്ളതാ, കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? അയ്യോ, ഫ്രീ ടൈമേ ഉള്ളൂ, എപ്പോഴാ എവിടെയാന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ ഇന്നിപ്പോൾ സൺഡേ അല്ലേ, ഇന്ന് ഇറങ്ങാൻ പറ്റുമോ? മീറ്റ് ചെയ്യാലോ. അപ്പോൾ 10 മണിക്ക് FCB കഫേയിലേക്ക് വരുമോ? വേണമെങ്കിൽ 9 മണിക്ക് വരാം, ഒരു കുഴപ്പമില്ല. വേണ്ട, 10 മണിക്ക് വന്നാൽ മതി. വരുമ്പോൾ ഫ്രണ്ട്സിനൊന്നും കൂട്ടണ്ട, നമ്മൾ രണ്ടാളും മാത്രം മതി. ഓക്കെ ഓക്കെ, ശരി. അടിച്ചു മോനെ, അടിച്ചു മോനെ. എങ്ങോട്ടാന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവൂ. പറഞ്ഞാൽ പോണ കാര്യം നടക്കില്ല, അതുകൊണ്ടാണ്. അല്ല ഉച്ചക്ക് കഞ്ഞിക്ക് കാണുമോ? ഡിന്നറിനും ചിലപ്പോൾ കാണില്ല. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അയ്യോ, ഇതെന്താ ചോന്നപ്പാ? ഹായ്. ട്രാഫിക് ഉള്ളതുകൊണ്ടാട്ടോ ലേറ്റ് ആയോ? അയ്യോ, അത് കുഴപ്പമില്ല. കഴിക്കാൻ എന്തെങ്കിലും? എന്തായാലും മതി. യോഗേഷ് വിധിയിൽ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കണോ? വിശ്വസിക്കാൻ അല്ല, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതേ ചോദിച്ചേ. ഈ വിത്തിയിട്ട് ഒരു കാര്യം. എനിക്കൊരു കാര്യം യോഗേഷിനോട് പറയാനുണ്ട്. പറഞ്ഞോളൂ, തുറന്നു പറഞ്ഞോളൂ. അത് ഞാൻ പണ്ട് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ മേടിച്ചൊരു സാധനം എടുക്കാൻ മറന്നു. എന്നിട്ട് ഞാനത് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് കൊണ്ടുവരാനായിട്ട്. അവനത് വീട് മാറി കൊണ്ടുവച്ചു. യോഗേഷിന് കാര്യം മനസ്സിലായോ? അതായത് എൻ്റെ വീട്ടിൽ വെക്കേണ്ട സാധനം വീട് മാറി യോഗേഷിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചത്. അതേത് സാധനം? ഓ, പ്രഭു കൊടുത്ത. അല്ല, ഇത് ചോദിക്കാനാണോ എന്നെ കൂടെ വിളിപ്പിച്ചത്? അയ്യോ അല്ല, ഇതും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ പറ, അവിടെ അങ്ങോട്ട് ഇല്ലാണ്ടായി. യോഗേഷ് എങ്ങനെയെങ്കിലും അതെനിക്കൊന്ന് തിരിച്ചു തരണം. അയ്യോ, അത് അവനെടുത്ത് അവൻ്റെ കാമുകി കൊടുത്തു. ഇതവൻ്റെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ എൻ്റെ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നുള്ളൂ. അയ്യോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഷോ, അത് തിരിച്ച് കിട്ടലൊരു ടാസ്ക് ആയിരിക്കും. അത് അങ്ങനത്തെ ഒരു മുതലിൻ്റെ ഇരിക്കണേ. വേണമെങ്കിൽ കുട്ടി ആ പെട്ടിയിൽ എന്താന്ന് പറഞ്ഞോളൂ, ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ച് തരാം. ഇവിടെ ആകുമ്പോൾ കുറേ കടകളുണ്ടല്ലോ. യോഗേഷ് അങ്ങനെ പറയരുത് പ്ലീസ്. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, കുട്ടി നാളെ ഇതേ സമയം ഇവിടെ വന്നോളൂ, ഞാനൊന്ന് ശ്രമിക്കാം. എടുത്തോ. എന്താ
നീ ആരോട് ചോദിച്ചിട്ടാ ആ സാധനം എടുത്ത് കൊടുത്തത്? ഏത് സാധനം? നിനക്ക് ഇന്നലെ സിറ്റ് ഔട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞില്ലേ ആ സാധനം? എടാ അത് ഞാൻ അവിടെ കണ്ടു, അതെടുത്ത് ഞാൻ അവൾക്ക് കൊടുത്തു. അതിനോട് ഞാൻ പറഞ്ഞാണല്ലോ. എടാ നിനക്ക് അതിന്റെ വില എന്താണെന്നറിയോ? അത് ആരുടെ സാധനമാണെന്നറിയോ? എടാ വല്ലൊരു സാധനം എടുത്ത് ഇങ്ങനെ ബോധമില്ലാണ്ട് ഇരിക്കാൻ നിനക്ക് നാണമില്ലടാ ക്ലപ്റ്റോമാനിക് തണ്ടി. എടാ നിന്റെ അല്ലെന്നല്ലേ നീ പറഞ്ഞ, പിന്നെ ഇപ്പൊ എന്തോ നീ നോക്കണേ? അത് പ്രത്യക്ഷത്തിൽ എൻ്റെ അല്ല, പക്ഷെ അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ. അവള് ഞാൻ അറിയാതെ എനിക്ക് തന്ന സാധനം എടുത്താ നീ നിന്റെ മറ്റവൾക്കിട്ട് ഉണ്ടാക്കിയത്. ഏതവള്? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നീ സാധനം എന്താ? എടാ അത് ഞാൻ അവൾക്ക് കൊടുത്തു, അതിന് തിരിച്ചു വെക്കാനൊന്നും പറ്റൂല. പ്രഭു, എനിക്ക് ആ സാധനം കിട്ടിയേ പറ്റുള്ളൂ. അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെന്ന് നീ ഒരു കള്ളം പറ. എൻ്റെ ഈശ്വര, ഞാൻ അവളോട് കള്ളം പറയേ? ലോകേഷമ്പൂരി ആദ്യമായിട്ടാണ് ഒരു കള്ളമൊക്കെ പറ, കുറച്ച് ശീലേക്കുള്ളൂ. എടാ ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, എനിക്കത് അവൾക്ക് കൊടുക്കണം. ഇതൊന്നും അപ്പൊ തിരിച്ചിട്ടൂലേ? എന്ത് കൊലുസോ? ദേ ഗിഫ്റ്റ് എന്നാലും തിരിച്ചു ചോദിക്കല്ലേ. സാധാരണ ഞാൻ ചോദിക്കാറില്ലല്ലോ, ഇതിപ്പോ നിവൃത്തികേട് കൊണ്ടാ. നീ എങ്ങനെയല്ലോ ഒന്ന് തിരിച്ചു, ഞാൻ തന്ന പോലെ തന്നെ തിരിച്ചു തന്നാ മതി. അതിന് ജോഡിയൊന്നും ഇല്ല. അപ്പൊ പിന്നെ എളുപ്പമായില്ലേ, അത് നിനക്ക് വേണ്ടല്ലോ, അതിന് തിരിച്ചു തന്നേര്. എനിക്ക് ആവശ്യമില്ലായിരുന്നു, അത് അച്ഛന് കൊടുത്തു. അച്ഛനാ? എന്തിന്? അച്ഛന്റെ സ്വഭാവം അറിയാലോ. ഞാൻ നിന്നെ വിളിക്കാം. കഞ്ഞി കഴിഞ്ഞ നീയല്ലേ പറഞ്ഞേ ഞങ്ങൾ കഴിച്ചിട്ടേ വരുമെന്ന്. എന്ത് നിങ്ങൾ കഴിച്ചില്ലേ? സാധനം ഇപ്പൊ കിട്ടും. നീ ചൂടാവരുത്, ആ സാധനം കിട്ടൂല. എടാ അതൊരു പോലീസായിരുന്നു, അത് ഒറ്റ ഒരെണ്ണം. അവളതെടുത്ത് അവളുടെ അച്ഛന് കൊടുത്ത്. അച്ഛനാ? എന്തിന്? എടാ അവിടെ അച്ഛനെ ഈ മുസിരീസ് മോഹൻ, അങ്ങേർക്ക് ഈ പുരാവസ്തുക്കളുടെ വലിയ കൊണാണ്ടർ അയാൾ. അപ്പം അയാളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിക് സാധനം ആയതുകൊണ്ട് അവളെടുത്ത് അച്ഛനെ കൊടുത്ത്. നീ അതെങ്ങനെയും മേടിച്ച് തരണം, തമാശ കളിക്കാൻ നിൽക്കരുത് കേട്ടോ. എടാ നീ ഒരു കാര്യം ചെയ്യും, അവളെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, ആ സാധനം കിട്ടത്തൊന്നുമില്ല. നീ എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ പോകുമ്പോൾ നീയും വാ, നീ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാനാ അവരെ പുഴയെ കൊണ്ടൊന്ന് ചാടിച്ചിട്ട്. ആ വരാം. ഇനി ഞാൻ വന്നില്ലെന്ന് പറഞ്ഞ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകട്ടെ, വരാം. എനിക്ക് വിശക്കണ്. ഇതെന്താ ഇവിടെ വെച്ച് മീറ്റിംഗ്? ആർക്കറിയാം? നിനക്ക് സ്ഥലവും തിരിട്ടില്ലല്ലോ. ഇല്ലെന്ന് ഇതന്നെ. ഇത് ലൈലയല്ലേ അപ്പുറത്തെ വീട്ടിലെ? എവളാ? ഹായ്. യു ലുക്ക് സോ പ്രിറ്റി. താങ്ക് യു. യോഗേഷ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് പറയാനാ ഞാൻ ഇവനെ കൊണ്ടുവന്നങ്ങനെ പറയടാ. ആക്ച്വലി സാധനം ഞാൻ മാറിയെടുത്ത് എൻ്റെ ഗേൾ ഫ്രണ്ടിന് കൊടുത്ത്, അവളെടുത്ത് അവളുടെ അച്ഛന് കൊടുത്ത്. സോ കുട്ടി ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. അപ്പൊ സാധനം കിട്ടിയില്ലേ? അതല്ലേ മലയാളത്തിൽ പറഞ്ഞേ. പാഞ്ചക്കടന്ന് വേറെ മേടിച്ചു തരാം. രണ്ടെണ്ണം മേടിച്ചു തരാം. ക്ഷമിച്ചു. ചൂടാവണ കൂട്ടത്തിലാണ്. നിന്ന് നാടകം കളിക്കാൻ മര്യാദയ്ക്ക് സാധനം എടുക്കടാ. എന്താണ് ഇത്? ഇത് ഗണ്ണ് നീ കണ്ടിട്ടില്ലടാ പുല്ലേ. അതല്ല എന്താ നടക്കുന്നേന്ന് എനിക്കെങ്ങനെ അറിയാം? നിനക്കെങ്ങനെ? നീ വിളിച്ചിട്ടില്ല ഞാൻ വന്നേ. സാധനം കിട്ടിയോ? ഇല്ല, ചോദിക്കുമ്പോമാര് ഉരുണ്ട് വിളിക്കാം. ഇങ്ങനെ പിടിക്കല്ലേ ചേട്ടാ എളുപ്പം? താനെന്ത് പാഴാണ്, അത് തന്നെയല്ലേ ഇവളും ചൂണ്ടിയേക്കുന്നത്. ഇതിനകത്ത് വരുന്നത് പിന്നെ പുകയാണോ? ഉണ്ടാടാ നിന്ന് അതോലോകം കളിക്കാണ്ട് നിനക്ക് എന്താ വേണ്ടത് പറ. എടീ നിനക്കൊക്കെ എന്താ വേണ്ടത്? അങ്കിളാ? നിന്റെ മധുരമേടെ അച്ഛൻ കൊണ്ട കുറ. അയാളെന്തിന് അങ്കിളെന്തിന്? അങ്കിളല്ല, ആംഗ്ലറ്റ്സ്. വ്യക്തമായില്ല. ഞങ്ങളുടെ കയ്യിലുള്ള വളരെ വിലപ്പെട്ട ഒരു സാധനം ഇപ്പൊ നിങ്ങളുടെ കയ്യിലാ. മര്യാദയ്ക്ക് തിരിച്ചു തന്നോ? എന്നാ പിന്നെ നിങ്ങൾ എന്താ ഞങ്ങളെ വീട്ടിൽ കൊണ്ടിട്ട് പോയത്? ഇതൊന്ന് ഡെലിവറി അഡ്രസ് എത്തിയിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി. അത് ഞങ്ങളുടെ കുട്ടിയല്ലല്ലോ. എന്തായാലും നാളെ രാവിലെ വരെ നിനക്കൊക്കെ സമയമുണ്ട്. അതിനുള്ളിൽ സാധനം കിട്ടിയിരിക്കണം, ഇല്ലേ നിന്നെയൊക്കെ ചാമ്പിക്കളയും പറഞ്ഞേക്കാം. വീണ്ടും എന്തൊരു കഷ്ടമാണ് ദൈവം. പിടിക്കുക കേട്ടോ. എടാ നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒലത്താണ്ട് എന്തെങ്കിലും വഴി പറ. നിന്റെ അവസ്ഥ തന്നെയല്ലേ എന്റെ കൈ കാലം പറിച്ചിട്ട് പാടില്ല. നീയല്ലേ അവക്ക് കൊണ്ടു കൊടുത്ത്? വിളിക്ക്. അവക്കാ അവളുടെ അച്ഛനാ? ആർക്കാച്ച വിളിക്ക്. അച്ഛനെ വിളിക്കാൻ പറ്റൂല, അച്ഛനെ വിളിച്ച സീനാണ്, റിലേഷൻ പൊളിയും. ഓ അവിടെ ബാക്കിയുള്ള ജീവിതം പൊളിഞ്ഞ് പണ്ടാറടങ്ങാനായിട്ട് നിൽക്കുമ്പോഴാണ്. നല്ല മോനല്ലേ, ഒന്ന് വിളിക്കടാ. വിളിക്ക.
എടുക്കണില്ലേ? ഹലോ മധു, മധു നീ എന്ത് പറഞ്ഞാലും ശരിയാ, കൊലുസ് എങ്ങനെയാലും കിട്ടിയേ പറ്റത്തുള്ളൂ. എടി എന്താ ഏതാന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞില്ല, ഇത് ജീവൻ വെച്ചിട്ടുള്ള കളിയാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പ്രഭു? പുറത്തു പോകുമ്പോ അച്ഛനെ ലോക്കർ വെച്ച് പൂട്ടിയിട്ടാ പോകുന്നേ. എന്നാ അച്ഛൻ അവിടെ ഉള്ളപ്പോ നോക്ക്. എങ്ങനെ അച്ഛനുള്ളപ്പോ? എടി അത് എങ്ങനെയല്ലോ കൊലുസ് അവിടെ നിന്ന് എടുത്തേ പറ്റൂ. അങ്ങനെ ഇപ്പൊ വീട്ടിലുണ്ടോ? ഇല്ല, പുറത്തു പോയിക്കുവാ. എന്നൊരു കാര്യം ചെയ്യ്, അച്ഛൻ വരുമ്പോൾ പറ, ഞങ്ങൾ വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങാം. നീ ലോക്കറിന്റെ താക്കോല് മോഷ്ടിച്ചോ അല്ലെങ്കിൽ ആൾ കുളിക്കാൻ പോകുമ്പോഴേ എങ്ങനെയല്ലോ കൊലുസ് എടുത്തു തന്നെ പറ്റത്തുള്ളൂ. ഉറപ്പൊന്നും പറയുന്നില്ല, ഞാൻ നോക്കാം. എന്തായാലും അച്ഛൻ വരട്ടെ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എങ്ങനെയെങ്കിലും ഒന്ന് എടുത്ത് കേട്ടോ പ്ലീസ്. കട്ട് ചെയ്ത്. എടാ നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം. എനിക്ക് ഇവിടെ നിന്നിട്ട് ഒരു സമാധാനം ഇല്ല. അതാ ഈ യോഗേഷ് പ്രഭു അവരുടെ വീട് ഏതാണെന്നറിയോ? അത് ഞങ്ങളാ. നിങ്ങളെ ചേട്ടന്മാരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. ഇനി ഞാൻ കഷ്ടകാലത്തിന് അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുവന്ന സാധനം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വെച്ച് മറന്നുപോയി. ആ സാധനം കിട്ടിയത് എനിക്ക് അങ്ങോട്ട് പോകായിരുന്നു. അല്ല നിങ്ങളാരാ? ഞാൻ മിക്സ് കെയർ സർവീസിൻ്റെ ഡെലിവറി പോയി മര്യാദക്ക് പണിയെടുത്തത് ഞാനായിരുന്നു. അപ്പോഴാണ് വഴിയിൽ നിന്ന് വരുന്ന 500 രൂപ ഒരു പൊതിയും തന്നിട്ട് പോണ വഴിക്ക് കൊടുത്തായിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് വീടും മാറിപ്പോയി. അതെ, 2 വർഷവും ഞാൻ ഈ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇമ്മാതിരി തല്ലി കിട്ടിയിട്ടില്ല. പോരാത്തതിന് തോക്കൊണ്ടുള്ള ഭീഷണി. എൻ്റെ പൊന്നേട്ടാ, ഞങ്ങളും ആ സാധനം തന്നെയാണ് ഈ തിരയണത്. എനിക്കത് കിട്ടാതെ പോകാൻ പറ്റില്ല. എനിക്ക് വയ്യ കണ്ടവനെ തല്ലുള്ളേ. എടോ തന്നെയൊക്കെ ഗതികെട്ട അവസ്ഥയിലാണ് ഞങ്ങൾ. ഇന്ന് രാത്രി ഞങ്ങൾ എന്തായാലും അത് പോക്കും. താൻ ഇപ്പൊ തൽക്കാലം ചെല്ല്. ഞാനും പറയാം നിങ്ങളുടെ കൂടെ തരേ. ഇത് വലിയ പള്ളിയായി. എന്ത് വള്ളി? ചേട്ടാ വണ്ടി എടുക്ക ചേട്ടാ. മോനെ ഈ കൊപ്ര അവിടെ എവിടെയും കാണും. ഐറ്റം എന്താണ്? ഇതാ മുക്കാബില. അതെ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? സാധനം വേണോ വേണ്ടയോ? വേണം. ഞാനിത് അന്വേഷിച്ചിറക്കായിരുന്നു. കുറച്ചാളവൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് ജസ്റ്റ് മിസ്സായുള്ളു. ഉണ്ടോ സാധനം കയ്യില്? ആദ്യം വില പറ. മുക്കാബിലേക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ 50 ലക്ഷം ഉള്ളൂ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് 1 കോടി തരും. മുസ്രീസ് മോനി പണി തുടങ്ങിയിട്ടേ കുറേ നാളായി. ഇതൊരു നോവൽ പീസാണ്. എൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. ശരി, നിങ്ങളുടെ വില പറ. 2 crore Indian rupees. മുതലാകില്ലല്ലോ മുസ്രീസ് മോഹന. മുതലാവേണ്ട പറ്റൂലല്ലോ കൊപ്ര മുതലാളി. കൊപ്ര മുതലാളിയല്ല, പ്രതാപൻ, കൊയിലാണ്ടി പ്രതാപൻ. എന്ത് വാങ്ങാണ്ടി ആണെങ്കിലും റേറ്റ് നോ ചേഞ്ച്. എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, നാളെ കാര്യത്തൊരു ആലോചിച്ചോ. പക്ഷെ തീരുമാനം പറയണം, ഇല്ലെങ്കിൽ എനിക്ക് വേറെ ആൾക്കാരെ നോക്കേണ്ടതാണ്. പറയാം. നിങ്ങൾ നാളെ രാവിലെ ഒരു വെയിറ്റ് ചെയ്യും. നമുക്ക് അവരോട് ഒരു ദിവസം കൂടെ സമയം ചോദിച്ചോട്ടെ? ഇല്ലല്ല, സാധനം കിട്ടിയില്ലെങ്കിൽ അവർ നമ്മളെ തീർക്കും. നമ്മൾ അത്യാവശ്യം വരട്ടിയിട്ടില്ലേ, അവരെത്തിക്കും. ഐ തിങ്ക് യു ഹാവ് ടു തിങ്ക് അബൌട്ട് എ പ്ലാൻ ബി. നീയൊക്കെ മോഹനെ ഫോളോ ചെയ്യണം. ഞങ്ങളെ വിട്ടേക്ക് പ്രതാപേട്ടാ, ഞങ്ങളില്ല. എന്താണ് ഈ പറയണത്? ഇല്ലടാ, മടുത്ത്. ഞങ്ങളെ ഭീകരോ ടൈപ്പ് കാസ്റ്റ് ആയിട്ടുള്ളൂ. ഇവിടെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നിങ്ങൾ പറഞ്ഞ സകല വൃത്തിയുടെ അറാമ്പറപ്പും കാണിക്കുകയും വേണം. ലാസ്റ്റ് മണ്ടന്മാരുന്ന ടാഗിലി ഇതാ മൂലക്കളി നിൽക്കുകയും വേണം. നിങ്ങൾ മുതലാളിമാർ സേഫ്. അതുകൊണ്ട് ഞങ്ങൾ നിർത്തണം. സോ വി ആർ റിട്ടയറിങ്. അതെ, ഞങ്ങളിതിനെ അനുവദിക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലട്ടാ. പ്രതാപേട്ടാ, ഞങ്ങൾ ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാനമാണ്, വേറൊന്നും തോന്നരുത്. ശരി, ഞാൻ നിങ്ങളെ തടയണല്ല. പക്ഷേ ഈ പ്രാവശ്യം കൂടി നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും.
ഒരൊറ്റ ഡീല് കൂടി. ഇതൊരു നോട്ടീസ് പീരീഡായിട്ട് കണ്ടാൽ മതി. വേറെ ഓപ്ഷനില്ല. നിങ്ങൾ ഒഴിവൊഴിവൊന്നും പറയും. നിങ്ങളെ കൊണ്ട് പറ്റും. ഈ ഒറ്റ ഡീലൂടെ മാത്രം മതി. ആ എന്നാ ഓക്കെ. എന്നിട്ട് കോൾ ചെയ്തിട്ട് അകത്തോട്ട് കയറണോ? ഒരു ചീത്തപ്പേരാത്തില്ല. നിനക്ക് നമ്മുടെ ജീവിതമാണോ വലുത്, അവളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആണോ വലുത്? അതല്ല, അവള് വിളിക്കാന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താലോ? അതെ, നിങ്ങൾ രണ്ടിലൊന്നും തീരുമാനിക്കണ്ട. മനുഷ്യനോട് പേടിയായിട്ട് വയ്യ. നീ വന്നിങ്ങൾ ഒക്കെ എന്ത് ചെയ്യും? ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ടോ? ഞാൻ പോവാം. ഞാനും വരാം. സാരില്ല, ഒരാൾ പുറത്തേക്കണം നല്ലത്. എന്താണ്? ഞാൻ വന്നില്ലടാ. നമ്മ ഇതും കൂടി ചെയ്യാന്ന് വാക്ക് പറഞ്ഞല്ലേ? അതൊക്കെ ശരിയാണ്, അതൊക്കെ വിചാരിച്ച് ഞാനും വന്നത്. പക്ഷെ രാത്രിയായപ്പോൾ മൊത്തം ഡാർക്കായപ്പോൾ ഉണ്ടല്ലോ, എനിക്കും ഡാർക്ക് അടിക്കും. ഡീപ്പ് എടുത്തെടുത്ത് ഡീപ്പ് എടുത്താ ഇപ്പോഴാ? ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടാ. രണ്ടെണ്ണം കൂടി എടുത്തേ. എടാ, സാധനം അതിൻ്റെ അകത്തില്ല. അതിൻ്റെ അകത്തില്ലേ? നീ ഓർന്ന് നോക്കി. എടാ, ഞാൻ നോക്കി. അച്ഛനത് വേറെ എവിടെയൊക്കെ മാറ്റിയിരിക്കുക. എങ്ങോട്ട് മാറ്റാൻ? നീ മര്യാദക്ക് ഒന്നുകൂടെ നോക്ക്. ഞാൻ നോക്കിയിട്ട് എടാ, പോലീസ് അച്ഛന്റെ കാലിലാടാ. അച്ഛനത് ഇട്ടോണ്ട് നടക്കുവാ. കാലില്ല. എന്താ പോപ്പേ? എടാ, അയാൾ നാഗവല്ലനാടാ. എന്നുവെച്ചാ എടാ, നമുക്ക് വേണ്ട മുക്കാപ്പല അയാൾ കാലിക്കെട്ട് കിടക്കുവാണെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? കൊള്ളാം, സംഭവം കൊള്ളാം. ഒരു പവറൊക്കെ ഉണ്ട്. ആ കുക്കേ. അല്ലടാ, ആ ബോധം കിടത്തണ പോട്ട് എടുത്താ കിളമ്പ് കലക്കി കൊടുക്കണ്ടേ? അത് പോക്കറ്റ് ഉണ്ട്. അതിലേ പോക്കൂ. ഞാൻ ഇതിലേ പോകും. ഇതിലേ പോയി അവളുടെ ബെഡ്റൂമാണ്. എടാ നീ എടാ, അതല്ലടാ, അവള് വീഡിയോ കോൾ ചെയ്തപ്പോൾ കാണിച്ചു തന്ന വേറൊന്നും അല്ല.
എൻ്റെ ചേട്ടനോട് നിൽക്ക്. ആരെങ്കിലും വന്നാൽ സിഗ്നൽ തരണ്ടേ? ബുദ്ധി വേണം. എടാ, ആക്ച്വലി നമ്മളോട് എന്തെടുക്കാനാ പറഞ്ഞത്? അത് ശരി. അപ്പോൾ നീ അത് കേട്ടില്ലേ? അല്ല, അറിയാം. എന്നാലും തങ്കക്കൊലുസ്. ആ, എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനത് എടുത്തിട്ടോ. കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കളിക്കോളൂ. ശരി ശരി. എന്നാലും എൻ്റെ സൗണ്ടിന് ഇതെന്ത് പറ്റി? വൻ നെഗറ്റീവാണല്ലോ ഇവിടെ. കറണ്ട് പോയിട്ട് എത്ര നേരമായി? ഇനി ഫ്യൂസ് പോയതായിരിക്കുമോ? നോക്കാം. നടന്നിട്ട് എത്തണില്ല. മധു ഇപ്പോഴെന്താണ് എൻ്റെ മൈൻഡ് ചെയ്താൽ പോകുന്നത്? നോട്ടേ ആകുന്നുണ്ട്. വെറുതെ അല്ല, പ്രകാശം പരക്കട്ടെ. ചതിയോ?
തല മധു ഞാൻ പടാ. മധു രാത്രി വെട്ടിക്കരാം വെട്ടി പൂള് കളയുന്നതിനും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് ഏതാണ് എന്റെ മുക്കാബില ആ അപ്പൊ എങ്ങനെ പോവല്ലേ അതോ പോലീസും കൂട്ടാൻ വേണോ? ഇവനിനി എപ്പോഴാ വരാ? കൊതുക്. ഇത് ഡ്യൂപ്ലിക്കേറ്റാ. വാട്ട്? എല്ലാം പൊളിഞ്ഞു. ഏയ് പൊളിഞ്ഞിട്ടൊന്നുമില്ല. ആ സാധനം ആ അധോലോകത്തിൽ കണ്ടിട്ടുണ്ട്. അവളെടുത്തിട്ടുണ്ടാവും അത്. അതല്ല എൻ്റെ പ്രേമം പൊളിഞ്ഞെന്ന്. അത് സാരമില്ല. അല്ലടാ നമ്മുടെ കൂടെ ഒരുത്തുണ്ടായിരുന്നില്ലേ? പറഞ്ഞല്ലോ ശരിയാണല്ലോ. അയാളോടെ ആ എന്താടാ ഇത്? ഇത് ഗണ്ണ് നീ കണ്ടിട്ടില്ലടാ പുല്ലേ. അതല്ലേ ഇവിടെ എന്താ നടക്കുന്നേ? എനിക്കെങ്ങനെ അറിയാം?